ഹണി റോസ് അനുഭവിച്ചെന്ന് പറയുന്നത് സെക്ഷുവലി റിലേറ്റ് ചെയ്തിട്ടുള്ള ബോഡി ഷേമിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. ഹണി റോസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബോഡി ഷേമിങ്ങുകൾ പുള്ളിക്കാരത്തെ മാനസികമായി ബാധിച്ചിട്ടുണ്ട്. കുറേയധികം ഡെയിലി കേൾക്കുന്നത് കൊണ്ട് അതങ്ങ് ഇമോഷണലി എടുക്കുന്നില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വിവാഹം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ പോലും തോന്നുന്നില്ല. നീ എന്നെ ഇങ്ങനെയൊക്കെ തൊട്ടോ, എൻ്റെ ബാക്കിൽ തൊട്ടോ, അല്ലെങ്കിൽ എൻ്റെ ബ്രസ്റ്റിൽ തൊട്ടോ, എൻ്റെ ഹിപ്പിൽ തൊട്ടോ, കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് സൈഡും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അങ്ങനെ നടന്ന ചരിത്രമില്ല. പിന്നെ നമുക്കെല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ സങ്കല്പത്തിലുള്ളെല്ലാം കിട്ടണമെന്നില്ലല്ലോ. നമ്മളൊക്കെ കുറച്ചൊക്കെ വിട്ടുകൊടുക്കണം, അവരും ചിലപ്പോൾ കുറച്ചൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വെക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇതേപോലെ പ്രശ്നമാണ്. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ വന്നിരുന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്താ പറഞ്ഞത്, ഇവരിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഋഷാദേ, കുറച്ച് നാൾ മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഹണി റോസിനെ കളിയാക്കുന്ന ഒരു രീതി. അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ, ഉദ്ഘാടന റാണി എന്നൊക്കെ പറഞ്ഞ പട്ടങ്ങൾ ചാർത്തപ്പെട്ടുകൊണ്ടുള്ള ഹണി റോസിനെ ഒരു സൈബർ ബുള്ളിങ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹണി റോസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബോഡി ഷേമിങ്ങുകൾ പുള്ളിക്കാരത്തെ മാനസികമായി ബാധിച്ചിട്ടുണ്ട്. കുറേയധികം ഡെയിലി കേൾക്കുന്നത് കൊണ്ട് അതങ്ങ് ഇമോഷണലി എടുക്കുന്നില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വിവാഹം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ പോലും തോന്നുന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ബോഡി ഷേമിങ് കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നത് തീർച്ചയായും കിട്ടുന്നുണ്ട്. ബോഡി ഷേമിങ് എന്ന് പറയുന്നത് ലീഗലി തന്നെ ഒരു ക്രൈം ആണ്. അപ്പൊ അത് വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഋഷാദ്, ഈ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ ഹണി റോസിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ല. ആ ഒരു സമയത്ത് ശരിക്കും എന്തായിരുന്നു തോന്നിയത്? അത് എനിക്ക് തോന്നുന്നു ഹണി റോസിന് മാത്രമല്ലല്ലോ, ഒരുപാട് പേർക്ക് കിട്ടും. പല ആളുകൾ വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് അത്രത്തോളം കിട്ടുന്നത് അവർ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഇത്ര പബ്ലിക് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ടായിരിക്കും, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇത്ര അധികം കിട്ടുന്നത്. പക്ഷെ അല്ലാതെ ഒരു സാധാരണക്കാർക്കും ഒരുപാട് പേർക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ബോഡി ഷേമിങ്ങൾ ഡെയിലി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥലങ്ങളിലല്ല, നിങ്ങളുടെ സ്ഥലങ്ങളിലും നടക്കും. അതായത് ഇപ്പം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരുപാട് വണ്ണം ഉണ്ടെങ്കിൽ അവനെല്ലാവരും കളിയാക്കും, തടിയാന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട്. ഈ ബോഡി ഷേമിങ്ങളുടെ തന്നെ ഹണി റോസ് അനുഭവിച്ചെന്ന് പറയുന്നത് സെക്ഷുവലി റിലേറ്റ് ചെയ്തിട്ടുള്ള ബോഡി ഷേമിങ്ങുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേക അവരുടെ ബോഡി ആകാര ഭംഗി അനുസരിച്ച് അല്ലെങ്കിൽ അതിനെ പ്രത്യേകമായി സെക്ഷുവലി കണക്ട് ചെയ്തിട്ടുള്ള ബോഡി ഷേമിങ്ങുകൾ. അത് ഇപ്പോൾ ഋഷാദിനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും ഇങ്ങനെ ഒരാൾ ഒരു ലൈംഗിക ചൊവ്വയോടെയൊക്കെ ഇത്തരത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് കേട്ടിരിക്കാൻ അത്ര വലിയ സുഖമുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതൊരാൾക്കും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ബോഡി ഷേമിങ് എന്ന് വെച്ചാൽ നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മുടെ ഒരു രൂപഭംഗി കൊണ്ട് തന്നെ ഒരാള് നമ്മളെ വിമർശിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര ഈസി അല്ല അത് കേട്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷലി കൂടെ കണക്ട് ചെയ്തിട്ട് ഒരാൾ പറയുകയാണ് എങ്കിൽ അതൊരാളെ മാനസികമായി ബാധിക്കുന്നത് ചെറുതായിട്ടൊരു കാര്യമില്ല. അവരൊരു നിരന്തരമായിട്ടൊരു ട്രോമയിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു റീലാണ് ഡോഗ്സിന് മുമ്പിൽ മറ്റെന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് അവൾ എന്നെ പ്രൊവോക്ക് ചെയ്തത് കൊണ്ടാണ് ഞാൻ അവരെ അങ്ങനെ ചെയ്തത്, അറ്റാക്ക് ചെയ്തത്, എന്തായാലും അവരുടെ പ്രൊവോക്ക് കൊണ്ടാണ്. അപ്പൊ ഇവർ കുറച്ച് ഫുഡ് എടുത്ത് ഡോഗിന് മുമ്പിൽ നിൽക്കും. അപ്പൊ ഡോഗ് ഇവരുടെ ഓർഡറിനായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു രീതി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു റീലാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയോട് 3 പടങ്ങൾ കാണിക്കുന്നുണ്ട് അതിന്റെ അമ്മ. ഒന്നാമത്തെ പടത്തിൽ ആ ഒരു ലേഡി പർദ്ദയില്ലേ അതേപോലെ ഫുൾ ബോഡി കവർ ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. രണ്ടാമത്തതില് കുറച്ചൊരു ഒരു മിഡി ഫ്രോക്ക് മാതിരി കാല് സ്ലീവ്ലെസ് ആയിട്ടുള്ള അത്തരം ഒരു ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഫോട്ടോയില് ബിക്കിനി ധരിച്ചിരിക്കുന്നു. അപ്പൊ ഈ 3 ഫോട്ടോകളും കാണിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ 3 ഫോട്ടോകളിൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. 3 ലേഡീസ്. ഇതിനകത്തിൽ ആരോടാണ് നിനക്ക് കൂടുതൽ റെസ്പെക്ട് തോന്നുന്നത്? 3 പേരോടും തോന്നുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ആരെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിനക്ക് തോന്നുന്നുണ്ടോ ആരോടെങ്കിലും? 3 സ്ത്രീകൾ. ആ 3 സ്ത്രീകളോട് എനിക്ക് പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പൊ ആ ഒരു കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് എന്തായാലും ഒരു 8 വയസ്സിൽ താഴെയുള്ള ഒരു ചെറിയ കുട്ടിയോടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്തരം റീൽസിനകത്തിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്
നമ്മളുടെ വളർന്നു വന്നിരിക്കുന്ന ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിനകത്തു നിന്ന് രൂപപ്പെടുന്നതാണ് പല തോട്ടുകളും. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെറുതിലേ നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഡോഗ്സ് അങ്ങനെ പ്രൊവോക്ക് എന്നുവെച്ചാൽ കൊടുക്കുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് തെരുവ് നായകളുടെ ഒക്കെ എടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡറിന് വേണ്ടി അത് വെയിറ്റ് ചെയ്തിട്ടില്ല. കാരണം അവരത് എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ സ്വന്തം ഡോഗ്സിനെ നമ്മൾ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കഴിക്കാൻ പറയുമ്പോഴാണ് കഴിക്കേണ്ടത്. അത് അവർക്ക് ഫീഡ് ചെയ്ത് അവരുടെ മൈൻഡിലേക്ക് അത് യൂസ്ഡ് ആണ്. അങ്ങനെ തന്നെയല്ലേ ഇവിടുത്തെ ഓരോ ആൾക്കാരെ സംബന്ധിച്ച്. കാരണം നിന്നെ സംബന്ധിച്ച് ഇപ്പോൾ റിഷാദിനെ സംബന്ധിച്ച് റിഷാദിന്റെ സർക്കിൾ ഓരോ കുറേ അധികം ആൾക്കാര് ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. റിഷാദ് ഓൾറെഡി അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ റിഷാദിന്റെ മൈൻഡിൽ എന്താ, ഇതൊരു മോശം കാര്യമല്ല, അവരങ്ങനെ ധരിച്ചത് കൊണ്ടാണ് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഹണി റോസ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റെല്ലാവരെയും എന്ത് വേണ്ടിയിട്ടാ ആകർഷിക്കാൻ വേണ്ടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്താ വളരെ ഇറുങ്ങിയ വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പോസിങ് ആയിട്ട് നടക്കുന്നത്. നിങ്ങൾ ആൾക്കാർ ഇങ്ങനെ പറയാനും നിങ്ങളെ സെക്ഷലി നോക്കാൻ വേണ്ടിയിട്ടും ഇത് തമ്മിൽ എന്ത് വ്യത്യാസം ഉള്ളത്? അത് ഓരോരുത്തരുടെയും ഇപ്പം ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ആതിര എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ആതിര തീരുമാനിക്കുക. അത് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ എനിക്ക് തോന്നി ഈ കമന്റ് ആയിരിക്കും കൂടുതലായിട്ടും വിടുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഈ കമന്റ് ഇടുന്ന പല അക്കൗണ്ടുകളും ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. നമ്മൾ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരു 0 പോസ്റ്റ് DP കാണൂല, ഒന്നും കാണൂല. പക്ഷെ ചെറുപറയെ നയിക്കുന്നത് ഇത് ആരാണ് അയക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് ഏറ്റവും വലിയ വിഷയം. ചുമ്മാ അവർക്ക് അതൊരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അതിൽ നിന്ന് കിട്ടുന്നൊരു മാനസികമായ സന്തോഷം കിട്ടും. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ അയക്കുന്നത്. അല്ലാതെ ചില ആളുകൾക്ക് ധൈര്യമൊന്നും കാണൂല. ഇപ്പോൾ നേരിട്ട് ഇതേപോലെ ചെന്ന് പറയാനോ അല്ലെങ്കിൽ നേരിട്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇതേപോലെ കമന്റ് ഇടാനോ വലിയ ഒരു 100% ആളുകൾക്ക് ധൈര്യം കാണൂല. ഹണി റോസിന്റെ വിഷയത്തിൽ ഈ ഒറിജിനൽ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ 100ഓളം കമന്റുകൾ വന്നിട്ടുണ്ട്. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ വന്നിരുന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്താ പറഞ്ഞത്, എന്താ ഇവരിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഇപ്പോൾ ഈ ഒരു റീല് കൊണ്ട് തന്നെ ആ കുട്ടീനെ അതിന്റെ അമ്മ വളർത്തി വെച്ചിരിക്കുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഒരു വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു സ്ത്രീക്ക് ബഹുമാനം കൊടുക്കാൻ പോകേണ്ടത്. അല്ലെങ്കിൽ അവര് ഇന്ന വസ്ത്രം ധരിച്ചതുകൊണ്ട് അവർ മോശമാവുന്നില്ല, ഇത് ധരിച്ചതുകൊണ്ട് അവർ നല്ലതാവുന്നില്ല. കന്യാസ്ത്രീകൾ എത്ര പേര് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്? അവരുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണോ? അപ്പോൾ പർദ്ദ ധരിച്ചിരിക്കുന്ന എത്ര ആൾക്കാർ കുറ്റം ചെയ്യുന്നുണ്ട്? അത് അവരുടെ പ്രശ്നം എന്താ, ഈ പറയുന്ന വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണോ? അല്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ യൂസ്ഡ് ആയി പോകുന്നതിന്റെ പ്രശ്നമാണ്. നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഒരാൾ ബിക്കിനി ധരിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു 10 ആണുങ്ങളെ ഇങ്ങനെ എന്താ തന്നിലേക്ക് അട്രാക്ട് ചെയ്യാനും അവർക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ വസ്ത്രം ധരിക്കുന്നത്. അതേപോലെ ഹണി റോസ് ഒരു സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഇവരുടെ ബോഡി ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പൊ ഈ ഷേപ്പ് കണ്ടിട്ട് കുറെ ആൾക്കാർ വരണം, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് അവരെ ആകർഷിക്കണം. ഇതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ അവരിട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കും, ഞാൻ സെക്ഷലി കണക്ട് ചെയ്തിട്ട് കുറേ അധികം ഞാൻ അങ്ങോട്ട് സംസാരിക്കും. ആ ഒരു സാധനം നമ്മൾ ചെറുതിലേ തൊട്ട് ഫീഡ് ചെയ്ത്, ഇപ്പൊ ഇവരുടെയൊക്കെ വീട്ടിൽ ഇത് തന്നെ ആയിരിക്കും ഇവർ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന വസ്ത്രം ധരിച്ച സ്ത്രീകളെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക. അല്ലാത്ത സ്ത്രീകൾ ബഹുമാനം അർഹിക്കുന്നില്ല. ഈ ഒരു കാര്യം ഫീഡ് ചെയ്ത് ഏത് എത്ര ജനറേഷൻ ചിലപ്പോൾ ഒരു 2050 ആകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ളൊരു കാര്യം മാറുമായിരിക്കാം. കാരണം നമ്മൾ ഈ ക്യാരക്ടർ വൈസ് വ്യക്തിത്വപരമായിട്ട് വേണം ബഹുമാനം കൊടുക്കാനെന്ന് പറയില്ലേ, അതിന്റെ ആ ഒരു തലങ്ങളിലേക്കൊക്കെ സമൂഹം ഉയരുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ബോഡി ഷെയ്മിങ്ങൾക്ക് ഒരവസാനം ഉണ്ടായേക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ പുള്ളിക്കാരത്തി ഏറ്റവും കൂടുതൽ റിഷാദ് തന്നെ പബ്ലിക് ഒപ്പീനിയൻ പോകുന്ന സമയത്ത് വിവാഹം സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? എത്ര പേര് പറഞ്ഞിട്ടുണ്ട് താല്പര്യമില്ല എന്നുള്ളത്? ലിവിങ് റിലേഷൻസിനോടും അല്ലെങ്കിൽ ഡേറ്റിങ്ങിനോടും ഒക്കെയാണ് കൂടുതൽ ആൾക്കാരും താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? അത് എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് ഒന്നെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒരു ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പ്രധാന കാര്യമാണ് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു സമൂഹത്തിനോട് നമുക്കുണ്ടാവുന്ന വിശ്വാസം ഇല്ലായ്മയാണ്. അതിന്റെ ഒരു വിഷയം എന്താന്ന് ഞാൻ പറഞ്ഞിട്ടെ. ഇപ്പൊ നമ്മള് ഇപ്പം ആതിരെ ഇപ്പൊ എന്നെ ചതിച്ചു എന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒരു ആവശ്യം എന്തെങ്കിലും ഒരു കാരണത്തിൽ എന്നെ ഇട്ടിട്ട് പോവോ ഇല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചീറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളപ്പോ കാണാൻ എല്ലാവരും ഒരുപോലെ ആയിരിക്കും എന്നായിരിക്കും. പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ സ്വഭാവം അല്ല നിന്റെ സ്വഭാവം, നിന്റെ സ്വഭാവം അല്ല എന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിവാഹം എന്ന് പറയുന്ന ആ ഒരു പാട്രിയാർക്കിയൽ സിസ്റ്റത്തിൽ നിന്നും ലിവിങ് ഡേറ്റിംഗ് റിലേഷൻസിലേക്ക് പോകുന്നത്. ഇപ്പൊ റിഷാദ് തന്നെ പറഞ്ഞില്ലേ, എല്ലാവരും ഒരേപോലെ അല്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരേപോലെ അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി അവർ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മാത്രമേ അവർക്ക് മാരേജ് എന്ന് പറയുന്ന ഒരു പാട്രിയാർക്കിയൽ സിസ്റ്റത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന ഡേറ്റിംഗും ലിവിങ്ങും. ഐശ്വര്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ച സമയത്ത്, തന്റെ ചുറ്റിലുമുള്ള ഒരു വിവാഹ ബന്ധങ്ങളും അല്ലെങ്കിൽ തനിക്ക് പരിചയമുള്ള
ഓരോ ആൾക്കാരും അത്ര സന്തോഷത്തിലല്ല ജീവിക്കുന്നത്. അപ്പം ഇത്തരം നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ, ഇപ്പൊ ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, പ്രണയ വിവാഹങ്ങൾ കഴിക്കുന്നതിനകത്തിൽ തന്നെ തമ്മിൽ കൊലപാതകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസും അതിൻ്റെതായിട്ടുള്ള പീക്ക് ലെവൽ ഓഫ് സംഭവങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു പാർട്ണർ തെറ്റായി പോകും അല്ല, ആ ഒരു ഫിയർ എന്ന് പറയുന്നത് ചെറുതല്ല. അത് ശരിക്കുള്ള ആളെ കണ്ടുപിടിക്കാൻ പറ്റുകയെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം നമ്മളൊരാളെ കണ്ടുപിടിച്ചു, അയാൾ ഓക്കെ ആവും, നമ്മൾ പരസ്പരം മനസ്സിലാക്കി, പിന്നെ എല്ലാം നമുക്കെല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ സങ്കല്പത്തിലുള്ളെല്ലാം കിട്ടണമെന്നില്ലല്ലോ. ഇപ്പം നമ്മളൊക്കെ കുറച്ചൊക്കെ വിട്ടുകൊടുക്കണം, അവരും ചിലപ്പോൾ കുറച്ചൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വെക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇതേപോലെ പ്രശ്നമാവുക. ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് സൈഡും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അങ്ങനെ നടന്ന ചരിത്രം ഇല്ല. ആക്ച്വലി കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്യാൻ റെഡി ആണെങ്കിൽ സുഖമായിട്ട് പോവാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന കാര്യത്തിന്റെ അപ്പുറത്തേക്കും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഇരിക്കുക അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനം കൊടുക്കണം, ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ പറയുന്ന ഒരാള് അല്ല, ആ ഒരു നിലപാടുകൾ പറയുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്ത് മാറ്റണം. കാരണം നാളെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് നീ എന്ത് വസ്ത്രമാണ് ധരിച്ചത് എന്ന് നമ്മുടെ പാർട്ണർ നമ്മളോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാള്, ഞാൻ മറ്റൊരു ഷോർട്ട് ഫിലിമിനകത്ത് ഒരു ഷോർട്ട് സീരീസ് ആയിരുന്നു, ഇത് കണ്ടൊരു കാര്യമാണ്. ഇവരുടെ അടുത്ത് രണ്ടുപേരും മിസ്ബിഹേവ് ചെയ്യാണ്. അപ്പൊ ഇവരുടെ പാർട്ണറെ വിളിച്ച് പറയാണ് രണ്ടുപേരും എന്നെ ശല്യം ചെയ്യുന്നുണ്ട്. ഓട്ടോയിൽ, അവർ ഷെയർ ഓട്ടോയിൽ പോവാണ്. അപ്പൊ പുള്ളി ആദ്യമേ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്തിന് ഇവരെ രണ്ടുപേരുടെയും കൂടെ കയറിപ്പോയി? അപ്പൊ അവര് പിന്നീട് കോൾ കട്ട് ചെയ്ത് പിന്നെ ഒന്നും പറയുന്നില്ല. കാരണം ഇത്തരം ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരികയാണ് എങ്കിൽ അത്രയും വലിയൊരു ബേർഡൻ. കാരണം ഇത് നമ്മുടെ ഒരു സമൂഹത്തില് നമ്മൾ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോ ഞാൻ ആ ഡോഗിന്റെ ആ ഒരു റീൽസിനകത്ത് പറഞ്ഞ അതേ സംവിധാനം തന്നെ. അവർ ആ ഓട്ടോയിൽ കയറിയിട്ട് അവര് പ്രൊവോക്ക് ചെയ്തു. ഓക്കെ, നീ എന്നെ ഇങ്ങനെയൊക്കെ തൊട്ടോ, എന്റെ ബാക്കിൽ തൊട്ടോ, അല്ലെങ്കിൽ എന്റെ ബ്രസ്റ്റിൽ തൊട്ടോ, എന്റെ ഹിപ്പിൽ തൊട്ടോ, കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പല ആൾക്കാരും ചോദിക്കില്ല എന്തുകൊണ്ട് എഴുന്നേറ്റ് പോയില്ല. ഞാനിവിടെ ഇരുന്നത്, ഞാനും ഋഷാദും കൂടെ ഒരിടത്ത്, ഋഷാദ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വന്നിരിക്കുക. അപ്പൊ അവിടെ ചുറ്റിനും വേറെ ഒരാളും ഇല്ല. ഋഷാദ് ഒറ്റയ്ക്ക് ഇരുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നിരുന്നതിന്റെ അർത്ഥത്തേക്ക് അതിൽ അർത്ഥമാക്കുന്നത് ഋഷാദിന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ അതിന് താല്പര്യം ഉണ്ടായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്, അങ്ങനെ ഒരു അർത്ഥം വരുന്നുണ്ടോ? എനിക്കിവിടെ ഇരിക്കാൻ തോന്നി, ഞാൻ വന്നിരുന്നു. അതിന്റെ അപ്പുറത്തേക്കും ഈ കൺസെന്റ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കും തോന്നി, അല്ലെങ്കിൽ അവൾ അതുകൊണ്ടല്ലേ വന്നിരുന്നത്, ഇങ്ങനെ കുറെ അനുമാനങ്ങളില്ലേ. ആ സ്ഥലത്ത് എന്തിനാ അവള് പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വസ്ത്രം ധരിച്ചു വന്നു, എന്തുകൊണ്ട് വയറ് കാണിച്ചു. വിജയുടെയും ജ്യോതികയുടെയും ഒരു സിനിമ തന്നെയുണ്ട്. പുള്ളിക്കാരത്തി അത്രയും നാളും ജീൻസും ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ട് ഒരു ദിവസം സാരി വിയർ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ വയറ് കാണുന്നുണ്ട്. വയറ് കാണുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നൊരു സംവിധാനം ഉണ്ട്. എന്നുവെച്ചാൽ ഇത്രയും നാളും വേറെ രീതി എന്നിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ എന്നെ കുറച്ചുകൂടെ സ്ട്രെസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്ന്, അതുകൊണ്ടാണ് ഞാൻ നോക്കി ആസ്വദിച്ചത്, നീ എനിക്ക് നോക്കി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ആ വയറപ്പം കാണിച്ചത്. ആ ഒരു തലത്തിലേക്കൊക്കെ പോകുന്നത് പല ആളുകളുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ചില ആളുകൾ ഇപ്പോഴും അങ്ങനത്തെ ചിന്തയിൽ ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണ് എൻ്റെ അടുത്ത് വന്നിരിക്കുക, അപ്പം അല്ല, ഇത് നിങ്ങളോട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവല്ലോ, ഒരു പെണ്ണ് ഇപ്പൊ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിന്നോട് എന്തോ താല്പര്യമുണ്ട്. എന്റെ കൂട്ടുകാരന്മാര് പറയും, അവർക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ, ഇഷ്ടം പോലെ പേര് ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എന്റെ പോലെ അപ്പൊ പൊതുവേ മനുഷ്യന്മാർ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ വിചാരിക്കാം നമുക്ക് നമ്മളെ അവർക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പിന്നെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പരിശ്രമങ്ങൾ നടത്തും. അങ്ങനെയുള്ള സമയത്താണ് വിഷയങ്ങൾ നടക്കുന്നത്. ചിലപ്പോൾ അവർ ചിരിച്ച വല്ല സഹതാപത്തിലും ചിരിച്ചായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ പോലെ ചിരിച്ചായിരിക്കും. നമ്മുടെ കൂടെയുള്ളവരോ ഇല്ലെങ്കിൽ കൂടെയുള്ളവരാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ പറയുമ്പോൾ നമ്മളങ്ങ് വിശ്വസിക്കും. അപ്പൊ അത്ര നമുക്ക് തോന്നുക ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതാണ് ശരിയെന്ന് വിചാരിച്ച് ചെയ്യാൻ പോകുന്നതാണ് പ്രധാന പ്രശ്നം. കാരണം ഒന്നെങ്കിൽ അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, എന്റെ മൈൻഡിൽ ഇങ്ങനത്തെ ഒക്കെ തോന്നാതിരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ സർക്കിൾ ആയിരിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ ചെറുതിലെ നമ്മളത് പഠിച്ചിട്ടില്ല, ചേഞ്ച് ആക്കണം. അങ്ങനത്തെ സർക്കിൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ. എല്ലാവരും പല പല മൈൻഡുള്ള ആളുകളാണ്, ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ്. അതിനകത്ത് ഏറ്റവും മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ആ ഒരു ബുദ്ധിമുട്ടിന്റെ അപ്പുറത്തേക്കും മറ്റുള്ള ആൾക്കാരെ ഈ പറയുന്ന സെക്ഷുവലി റിലേറ്റ് ചെയ്തിട്ടുള്ള തമാശയില് അതത്ര തമാശകളല്ലാന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതൊരു ഹീറോയിസം അല്ല. ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരാളെ ഈ കളിയാക്കല് ഒരാളെ മെന്റലി തളർത്തുക, ഒരു കൂട്ടം കൂടി ഇരുന്നിട്ട് നിങ്ങൾ ഒരു ഗ്യാങ് ആയിട്ട് മാറി ഒരാളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ സെക്ഷലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഏറ്റവും എന്താ പണ്ടുള്ള സിനിമകൾ തൊട്ട് ഇപ്പൊ ഈ ഒരു ലേറ്റസ്റ്റ് ഈ ഒരു ജനറേഷൻ ആയിട്ട് വരെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവൾ ഒരു നല്ല ചരക്കാണ്. ഇത്രയും ഒരു എന്താ മോശമായിട്ടുള്ള നിങ്ങളുടെ അമ്മയും സഹോദരിയൊക്കെ ഇങ്ങനെ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ അഭിസംബോധന ചെയ്യുമോ? അത് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഋഷാനെ സംബന്ധിച്ച് ഋഷാന്റെ മൈൻഡിൽ പോലും അങ്ങനെ വരുമോ? നിങ്ങളുടെ ഉമ്മയോ പെങ്ങളോ ഒക്കെ അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ തോന്നില്ല. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീ അങ്ങനെ വിളിക്കാൻ തോന്നുന്നുണ്ട്? അവിടെയാണ് ആ ഒരു മാറ്റം. പക്ഷെ നമ്മുടേതായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ അങ്ങനെ വിളിക്കത്തുമില്ല. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. നമുക്ക് കണ്ണിന് കുറച്ച് സുഖം കിട്ടുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വിളിക്കാൻ ഇത് ശ്രമിക്കുകയും ചെയ്യും. ഒരു ഗ്രൂപ്പ് ഓഫ് ഇരുന്ന് അത് വിളിച്ച് നമ്മൾ സംസാരിച്ച് ശരിക്കുകയും ചെയ്യും. ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കളിയാക്കി കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് അത് തിരിച്ച് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എത്ര വിചാരിച്ചാൽ ഈ ഹണി റോസിനെ എത്രത്തോളം ആൾക്കാര് ഈ ബോഡി എന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഹണി റോസ് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറെ കേസ് കൊടുത്തിട്ടുണ്ട്. ഹണി റോസ് കുറെ കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, കൊടുത്തതിന്റെ അപ്പുറത്തേക്കും അവരിപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അവരെ അത് ബാധിച്ചത് എങ്ങനെയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പലരും പറയുന്നുണ്ടല്ലോ പുള്ളിക്കാരത്തി അത് എൻജോയ് ചെയ്തതാണെന്നുള്ളത്. എൻജോയ്മെന്റ് അല്ല ഇതെന്നുള്ളതും ഇത് ശരിക്കും ആൾക്കാരെ ബാധിക്കും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പുള്ളിക്കാരത്തി ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പല ആളുകളും പറയാതെ കൊണ്ടുനടക്കുന്ന കാര്യമാണ്. അവർക്ക് ഇത് ഇന്ന് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അവരുടെ വിഷമം. പക്ഷെ ഇത് അവർ തുറന്നു പറഞ്ഞത് നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. എന്തിനാളിയാ ഇങ്ങനെയൊക്കെ? നല്ല കാര്യത്തിന്റെ അപ്പുറത്തേക്കും നിങ്ങൾ നിങ്ങളുടെ അമ്മയും പെങ്ങളെയൊക്കെ ഇതൊക്കെ വിളിക്കുക, ഇതേപോലെ ഈ ബോഡി പാർട്സിന് ഇങ്ങനെ സെക്ഷലി നിങ്ങൾ ഇങ്ങനെ പറയില്ലല്ലോ. ആലോചിച്ചാൽ ഇപ്പൊ നാളെ നിന്റെ അമ്മ ഇല്ലെങ്കിൽ നിന്റെ അനിയത്തിയോ നിന്റെ ചേച്ചിയോ പുറത്തോട്ട് പോകുമ്പോൾ അവളെ പറ്റിയിട്ട് ഇതേപോലെ പറയുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇത്ര ആലോചിച്ചാൽ മതി, തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ.